ഹായ്. അപ്പോൾ നമ്മൾ നമ്മുടെ +1 അഡ്മിഷന്റെ ഫോം അല്ലെങ്കിൽ നമുക്ക് HS CAPൽ എങ്ങനെ ഓൺലൈനായിട്ട് തെറ്റുകൂടാതെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കോ പേഴ്സണലായിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ടാണ് +1ന്റെ അഡ്മിഷൻ ആണ്. ഇനി നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ലക്ഷ്യവും ഒക്കെ എവിടേക്കാണ്? +1ൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഒരു തെറ്റും കൂടാതെ നമ്മൾ എത്രത്തോളം വൃത്തിയായി ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ടെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ ആദ്യമായി നിങ്ങൾ ഒരു ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഇത് ഒന്നെങ്കിൽ അക്ഷയ സെന്റേഴ്സ് പോയി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്റർനെറ്റും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിനെക്കാളും നല്ല ലാപ്ടോപ്പാണ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു തെറ്റും വരാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്ന് പലപ്പോഴും ഇത് എഴുതി കൊടുക്കുമ്പോഴാണ് നമ്മളെ ഡീറ്റെയിൽസ് മറ്റൊരാൾ ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും അല്ലേ? നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം. അത്ര പണിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതാ അത് നമ്മൾ HS CAP അല്ലേ, HS CAP അല്ലെങ്കിൽ hscap.kerala.government.in എന്ന സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പരിപാടി നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നത് അല്ലേ? അപ്പോൾ നേരെ നമ്മൾ ആ സൈറ്റിലേക്ക് എത്തുക എന്നുള്ള നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. യെസ്, നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് അല്ലേ? നമുക്ക് നിങ്ങൾ ഇവിടെ ഒരുപാട് കാണാം, വ്യൂ പ്രോസ്പെക്ടേഴ്സ് ഇവിടെ കാണാം, അതേപോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക എന്നുള്ള നമ്മൾ ആദ്യത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ നോക്കി ഇത് ഇവിടെ കറക്റ്റ് നിങ്ങൾ കാണാം, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലെഫ്റ്റ് സൈഡ് കാണാം. അപ്പോൾ ഇതിൻ്റെ റെഡ് കർസർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മൾ മറ്റൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. യെസ്, ഇവിടെയാണ് നമ്മൾ ആദ്യ പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സെലക്ട് ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ജില്ല ഏതാണോ? അപ്പോൾ ഞാൻ ഇവിടെ കോഴിക്കോടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. കോഴിക്കോട് സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. യെസ്, നോക്കാം. ഇനി ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നിങ്ങളുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ? ആ ഡീറ്റെയിൽസിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. യെസ്, ആദ്യം എന്താ കൊടുത്തിരിക്കേണ്ട? ആദ്യം SSLC സ്കീം ഏതാണ്? ഇപ്പോൾ ഇവിടെ ഒരുപാട് കാണും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ടെൻഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്പർ 1 അല്ലേ? അതായത് ഏതാണ്? SSLC 2023-24 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ അത് ആ വർഷമാണ് നിങ്ങളുള്ളത്. ഇനി മുൻ വർഷത്താണെങ്കിൽ അല്ലെങ്കിൽ 2023 മുൻ വർഷത്തിൽ കഴിഞ്ഞ വർഷം ഒന്നും അപേക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ CBSE ആണെങ്കിൽ 4ാമത്തെ ഓപ്ഷനാണ്, ICSE ആണെങ്കിൽ 5ാമത്തത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതനുസരിച്ചായിരിക്കും നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് 2023-24 നമ്മൾ രണ്ടാം നമ്മൾ ചെയ്യേണ്ട രജിസ്റ്റർ നമ്പർ ആണല്ലേ? അപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ നമ്പർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. യെസ്, സെലക്ട് ചെയ്ത് കൊടുത്തു. മന്ത് ഓഫ് മാർച്ച് ആട്ടോ, മാർച്ചാണ് കാണിക്കുക, മെയ് അല്ല, 4 അല്ല, 3 മാർച്ച് മാസമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? 3 അല്ലെങ്കിൽ 3/2024 ആണ് നിങ്ങൾ എന്ത് കാണിക്കുന്നത്? നിങ്ങൾ മാർച്ച് മാസം, ഇയർ ഓഫ് പാസ് 2024 കാണിച്ചു. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഡേറ്റ് ഓഫ് ബർത്ത്. യെസ്, കൊടുത്തു. ഇനി കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ ആണ്. മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞ പോലെ ഒരു തെറ്റും സംഭവിക്കാതെ നിങ്ങൾക്ക് മെസ്സേജ് OTP വരുന്ന, നിങ്ങൾക്ക് എപ്പോഴും എന്താണ് സർവീസ് നടത്തുന്ന മെസ്സേജും കോൾസ് ഒക്കെ വരുന്ന ആക്റ്റീവായ നമ്പർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, മൊബൈൽ നമ്പർ കൊടുത്തു. താഴെ ഒന്നുകൂടി ആ മൊബൈൽ നമ്പർ നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, കൊടുത്തു. ഇനി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? ഇവിടെ ക്ലിക്ക് ചെയ്ത ഒരു 3 ഓപ്ഷൻസ് കാണാം. സെൽഫ് എന്ന് കാണാം, സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് കാണാം, അതേഴ്സ് കാണാം. അപ്പോൾ നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താ സെൽഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ക്യാപ്ചർ ഉണ്ട് താഴെ അല്ലേ? ഏതൊക്കെയാണ്? താഴെ ഈ കാണുന്ന കോളത്തിൽ കാണുന്ന നമ്പർ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഏതൊക്കെ നമ്പർ? 17772. ഓക്കെ, നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. യെസ്, ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ എന്താ? സെൻഡ് OTP അല്ലേ? ഇനി OTP വരുന്നു. ആ OTP നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ OTP ഒന്ന് വിളിച്ച് ചോദിച്ചോളട്ടെ. OTP കിട്ടിയിട്ടുണ്ട്. 32 നമ്മൾ OTP സബ്മിറ്റ് OTP നമ്മൾ കൊടുക്കുന്നു. കിട്ടി. യെസ്, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാന്നുള്ളത്, വളരെ പ്രധാനപ്പെട്ട ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് നമ്മൾ സ്കീം, നമ്മുടെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ്, മൊബൈൽ നമ്പർ കൊടുത്തു. ഇനി ഒരു പാസ്വേഡ്, കാരണം ഈ കാൻഡിഡേറ്റ് ലോഗിനിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൃത്യമായി എന്ത് ചെയ്യണം? ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു പുതിയ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൺഫേം പാസ്വേഡ് വീണ്ടും നമ്മൾ കൊടുക്കുകയാണ്. അപ്ഡേറ്റ് കൊടുക്കുന്നു. യെസ്, അപ്ഡേറ്റ് പാസ്വേഡ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഓക്കെ, നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തു അല്ലേ? ഈ കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്, യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതോ? ഇത് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ, അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? ലോഗിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുന്നു. പാസ്വേഡ് ഓൾറെഡി നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, കോഴിക്കോട് നമ്മൾ പറഞ്ഞു, കോഴിക്കോട് നിന്ന് ലോഗിൻ കൊടുക്കുന്നു. യെസ്, ഇങ്ങനെയാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണിക്കും. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കും, യൂസർ നെയിം ആയിട്ട്. ആ യൂസർ നെയിം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് സേവ് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. അതിൻ്റെ പാസ്വേഡ് എഴുതി വെക്കുക, മറന്നു പോകും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതാണ്
അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഇവിടെ കാണിക്കും. ഇനി ഇത് താഴെ ലിങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്ന് കാണും. ഓക്കെ, അവിടെയാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നേരെ പോവാം ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ പരിപാടി നടക്കുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾ സ്കൂൾ, അതായത് സെലക്ട് ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫൈ എക്സാമിനേഷൻ, നിങ്ങൾ ഏത് സ്കൂളിലാണ് നിങ്ങളുടെ SLC പഠിച്ചത് ആ സ്കൂളിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ നമ്പർ ഉണ്ടായിരിക്കും. ഈ നമ്പേഴ്സിലൊന്നും നിങ്ങളുടെ സ്കൂൾ നമ്പർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ ടീച്ചറെ വിളിച്ച് ചോദിക്കുക, സാർ ഏതാണ് എൻ്റെ സ്കൂൾ കോഡ്? സാറ് പറയും ഇതാണ്. അപ്പോൾ ഈ കാണിക്കുന്നതിൽ നിങ്ങളുടെ സ്കൂൾ നമ്പർ അല്ലെങ്കിൽ താഴത്തതാ 1, 2 മുതൽ അതേഴ്സ് ഉണ്ടല്ലോ, അതേഴ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നം തീർന്നു. ഇനി അയ്യോ എൻ്റെ സ്കൂൾ ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങളെ ക്വാളിഫൈ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കും. അതിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ഇവിടെ യെസ് എന്നാണ് കാണിക്കുന്നത്. കാരണം എന്തായിരിക്കും, ആ കുട്ടിക്ക് JRCയുടെ എന്തോ ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ നോ എന്നായിരിക്കും അവിടെ കാണിക്കുക. റെഡി? ഇനി ഇവിടെ അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലെഫ്റ്റ് കോളം കാണും. അതുപോലെ നിങ്ങൾ എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ നമ്പർ എടുക്കുക, ആധാർ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത കൂടത്ത് നമ്മൾ ചെയ്യുന്ന റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം നമ്മുടെ ബോണസ് പോയിന്റ് ഒക്കെ നമ്മുടെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കിട്ടേണ്ടതാണ്. കാരണം നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാതെ കൊടുക്കുക. നമുക്കറിയാം കോഡ്, നമുക്കറിയാം ഇവിടെ കേരള, നമുക്കറിയാം കോഴിക്കോട് 10 നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ താലൂക്ക് ഇവിടെ വരുന്നത് താമരശ്ശേരി താലൂക്കിലാണ് വരുന്നത്. ലോക്കൽ ബോഡി മിക്കവാറും കൊടുവള്ളി ആയിരിക്കും അല്ലേ. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയാണ്. യെസ്, അപ്പോൾ അത് കൃത്യമായി നമ്മൾ കൊടുക്കുക, തെറ്റിപ്പോകാൻ പാടില്ല. റെഡി? ഇനി പെർമനന്റ് അഡ്രസ്സിൽ പിൻകോഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എത്രയായിരുന്നു? യെസ്, പിൻകോഡ് കൊടുത്തു. ഇനി നിങ്ങളുടെ അഡ്രസ് സെയിം ആണെങ്കിൽ താഴെ എന്താ മതി, സെയിം ആസ് പെർമനന്റ് കൊടുത്താൽ കറക്റ്റ് സാധനം കൊണ്ട് വരുന്നു. ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയാലും മതി, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് അടുത്ത കോളം ഏതാ? ഗ്രേസ് മാർക്കിലേക്കാണ്. ഇവിടെ ഗ്രേസ് മാർക്ക് അവാർഡ് നമ്മൾ പറഞ്ഞു, JRCയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ബോണസ് പോയിന്റ് NCC, സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിൽ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലിറ്റിൽ കൈറ്റ്സിൽ ഉണ്ടെങ്കിൽ മെമ്പർ ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതൊന്നും ഇവിടെ വരുന്ന കാര്യമില്ല, അപ്പോൾ അതൊന്നും കൊടുക്കാനില്ല. പിന്നെ സ്പോർട്സിലും പാർട്ടിസിപ്പേഷൻ സ്പോർട്സ് സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ അതൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടിസിപ്പേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവലൊന്നും ഇല്ല, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ഇല്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലബ് ഉണ്ട്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ പിന്നെ റെഡ് ക്രോസ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ അല്ലെ. ഇനി താഴെ എന്താ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, യെസ്, അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വരും നമ്മുടെ എന്താണ് മാർക്കാണ്. മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആഡ്. ഓക്കെ, കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി, നമ്മുടെ ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ട് അവർ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും, നമ്മളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, ഇതൊക്കെ അല്ലേ നമുക്ക് വന്ന മാർക്ക്. യെസ്, ഈ മാർക്കൊക്കെയാണ് നമുക്ക് വന്ന മാർക്ക്. നമ്മൾ ചെക്ക് ചെയ്യുന്നു, നേരെ വീണ്ടും നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. യെസ്, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് സ്കൂൾ ആഡ് ചെയ്യാനുള്ളത് അല്ലേ. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് നമ്മൾ നേരത്തെ നമ്മുടെ മാർക്ക് ചെയ്ത സ്കൂളുകൾ അല്ലേ, ഇവിടെ ഓപ്ഷൻ വൈസ് കൊടുക്കാം. സ്കൂളുകളുടെ കോഡ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂളുടെ കോഡ് ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മൾ സ്കൂളിലെ കോഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. യെസ്, അപ്പോൾ ഇതാ ഗവൺമെന്റ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലപ്പുറമാണ് അല്ലേ. ഇപ്പോൾ സ്കൂളിന്റെ കോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അവിടെയുള്ള കോഴ്സുകൾ എനിക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളിന്റെ കോഡ് ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണേ. ആദ്യം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ഫിസിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടതെങ്കിൽ സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 34. അപ്പോൾ ഞാൻ ഇവിടെ സ്കൂൾസ് എന്ത് ചെയ്യുന്നു, 34 സെലക്ട് ചെയ്യുന്നു. ഇവിടെ സേവ് എന്ന് കണ്ടോ, സേവ് കൊടുക്കുന്നു. യെസ്, നോക്കി നിങ്ങൾ താഴെ ഓപ്ഷൻസിൽ ഇവിടെ സേവ് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ട അടുത്താണെങ്കിലോ, അടുത്ത സ്കൂളിലെ കോഡ് ഇവിടെ എഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഈസ്റ്റ് കോഴിക്കോട്. അവിടെ 2 കോഴ്സാണ്, അതായത് സയൻസും ഉണ്ട്. സയൻസ് അത് ബയോ സയൻസ് ആണ്. അതുപോലെ തന്നെ 11 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഈ പാറ്റേൺ ആണ്. ഹ്യൂമാനിറ്റീസ് ഉള്ളത്. അപ്പോൾ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ആണ്, സയൻസ് ആണ് വേണമെങ്കിലോ നമ്പർ 1 അവിടെ സെലക്ട് ചെയ്യുന്നു. ഹ്യൂമാനിറ്റീസ് ആണ് വേണമെങ്കിൽ ഏതാണ് 11. നമ്മൾ വീണ്ടും നോക്കി നിങ്ങൾ കോഴ്സ് എനിക്ക് 11 ആണ് വേണ്ടത്, സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ യെസ്, രണ്ടാമത് സ്കൂൾ ഇവിടെ ആഡ് കണ്ട നിങ്ങൾ. അപ്പോൾ നിങ്ങളെ ഓപ്ഷൻ, ഈ പ്രയോറിറ്റി നമ്പർ വളരെ പ്രധാനപ്പെട്ട നമ്പർ. നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ആ നമ്പർ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആദ്യം കൊടുത്തിരിക്കേണ്ടത്. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഒരു സ്കൂൾ ആഡ് ചെയ്തു, അയ്യോ അതെനിക്ക് വേണ്ടല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ,
നോക്കട്ടെ, നമുക്ക് ഡിലീറ്റ് ആയി. ഇനി ഇതിൽ എഡിറ്റ് ചെയ്യണം. ഈ കോഴ്സ് എനിക്ക് സോഷ്യോളജി, എനിക്ക് ഹ്യൂമാനിറ്റീസ് അല്ല സയൻസ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്കൂളിലെ കോഡ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓൾ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. റെഡി. ഇനി ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ 50 സ്കൂളുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആ 50 സ്കൂൾ വേണമെങ്കിൽ 50 സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കൂളാണോ വേണ്ടത് ആ സ്കൂൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് എന്നത് നിങ്ങൾ ഇവിടെ താഴെ വരും. യെസ്, ഏറ്റവും താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസ് ഉണ്ടോ, ആ സബ്മിറ്റ് ഡീറ്റെയിൽസും കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾ കൊടുത്തതിൻ്റെ PDF അടക്കം പ്രിൻ്റ് ഔട്ട് നിങ്ങളെ കയ്യിൽ കിട്ടും. അത് അവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലാക്കാം. ആ ഡൗൺലോഡ് ചെയ്ത പ്രിൻ്റ് എപ്പോഴും നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു ഓൺലൈനിൽ ഫോം ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവായി നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു വെക്കാം. റെഡി. ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുക, നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഇനി നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് റിപ്ലൈ തരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തെറ്റുകൂടാതെ നിങ്ങൾക്ക് ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ആദ്യമായി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യം സ്കൂൾ കോഡുകളാണ്. കൃത്യമായി നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾക്ക് വേണ്ടത്, സ്കൂൾ കോഡ് കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡും കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാനുള്ള പരിപാടി. ഇത്രയേ ഉള്ളൂ. വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. കൃത്യമായി ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയുന്ന കൃത്യമായി സാധനങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ അറിയുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസ് നിർബന്ധമായി നിങ്ങളുടെ ഡൗട്ടുകൾ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ രേഖപ്പെടുത്താം. സോ താങ്ക് യു. അടുത്തൊരു അപ്ഡേഷനായി കാണാം. അതുവരെ ബൈ.